ബിസിയാണോ? അവളെ നോക്കി, എത്ര ഹാപ്പിയല്ലേ. നല്ല ചൂടുണ്ടല്ലോ ഫ്രണ്ട്. താങ്ക് യു സോ മച്ച്. റാം, എന്താ ഇതൊക്കെ? പിസ്സ. ഫസ്റ്റ് റീസൺ സീമോക്ക് ഒരു പിസ്സ കൊടുക്കണമായിരുന്നു. സെക്കൻഡ് റീസൺ എനിക്ക് നിന്നെയും കാണണമായിരുന്നു. ഓ, ഇത്രയൊക്കെ നാണം വരുമോ? സിഹി, എന്താ അവള് ഞാൻ പറയുന്നൊന്നും കേക്കില്ല. ബാ ഫ്രണ്ട്, ബാ സീതമ്മ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഓക്കെ. എനിക്ക് വേണ്ട, നീ കഴിച്ചോ. നിക്ക്. ഹാപ്പി പിസ്സ ഡേ മൈ ഡിയർ ലിറ്റിൽ ഫ്രണ്ട്. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. നിങ്ങൾ കഴിച്ചോ, എനിക്ക് വേണ്ട. കഴിക്ക് സീതമ്മ, ഇങ്ങനെ വാശി പിടിക്കാൻ പാടില്ല കേട്ടോ. കഴിക്ക് സീതമ്മ. വേണ്ട, നിങ്ങൾ രണ്ടാളും കഴിച്ചോ, എനിക്ക് വേണ്ടാത്തോണ്ടാ. സീപോനെ, അറ്റ് എനി കോസ്റ്റ് ഇന്ന് ഈ പിസ്സ സീതമ്മ കഴിച്ചേ പറ്റുള്ളൂ. കൊടുക്ക പ്ലീസ് സീതമ്മ, ഒരേ ഒരു സ്ലൈസ് പ്ലീസ് പ്ലീസ് പ്ലീസ്. ഫുൾ കഴിച്ചോ സീതമ്മ? ഒരു കുഴപ്പമില്ല, കഴിച്ചോ. സീത, അശോകനെയില്ലേ ഞാനിങ്ങനെ വട്ടം കറക്കൊണ്ടിരിക്കുക. പാവം, അന്ന് തൊട്ട് പറന്ന് പറഞ്ഞോണ്ടിരിക്കുക. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. കഷ്ടട്ടോ. എന്ത് പറഞ്ഞില്ല ഫ്രണ്ട്? നത്തിങ്. ഒന്നുമില്ലെന്നേ. അല്ല, മേഡത്തിനൊന്നും പറയാനല്ലേ? ഇന്നലെ തന്നെ എല്ലാം പറഞ്ഞു തീർന്നതിന്റെ മൗനവ്രതമാ. എന്താ പറഞ്ഞ ഫ്രണ്ട്? എന്താ രണ്ടാളും സീക്രട്ട് കോഡിൽ സംസാരിക്കാ? സീക്രട്ട് കോഡോ? ചേ അതൊന്നുമില്ല. വേഗം കഴിക്കാൻ നോക്ക, ചൂടാറി പോകും കേട്ടോ. ഞാൻ കോഫി ഉണ്ടാക്കിട്ടോ. എങ്ങനെയുണ്ട് പൊന്നെ? സൂപ്പർ ആയിട്ടുണ്ട് ഫ്രണ്ട്. ഫ്രണ്ട്, ഇത് കോസ്റ്റ്ലി ആണോ? അത്രയ്ക്കൊന്നുമില്ല. സീതമ്മ, ഇനി വേണമെങ്കിൽ എനിക്ക് ജ്യൂസ് അടിച്ചതാ. ആഹാ, കള്ളി. നേരത്തെ ഉണ്ടാക്കി തട്ടേന്ന് ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ നീ. ഇപ്പൊ പീറ്റ്സ കഴിച്ചപ്പോഴാണോ നിന്റെ ചെവി തുറന്നു വന്നത്? സീതമ്മ, ആ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാ രക്തം കൂടുമെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? അത് കുടിച്ച് എന്റെ ബോഡിയിൽ രക്തം കൂട്ടി വെച്ച് ആർക്കെങ്കിലും പ്രശ്നം വരുമ്പോ അവർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാ. നീ അന്ന് എന്റെ ഫ്രണ്ടിന് രക്തം കൊടുത്തില്ലേ, അതുപോലെ. എന്ത്? സീതമ്മ എനിക്ക് ബ്ലഡ് തന്നോ? ഫ്രണ്ട്, നിനക്ക് ആക്സിഡന്റ് പറ്റിയിരുന്നില്ലേ? അപ്പൊ സീതമ്മ നിനക്ക് ബ്ലഡ് തന്നിരുന്നത്. പ്രിയും പിന്നെ സീതമ്മയും സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ, അല്ലേ സീതമ്മ? ആ, എന്തൊക്കെയോ പറയുമായിരുന്നല്ലോ. ബോയ്സ് ഒന്നും ശരിയല്ല, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറയുമായിരുന്നല്ലോ. ഇപ്പൊ എന്ത് പറയുന്നു? എങ്ങനെയുണ്ട് എന്റെ ആള്? ദി ബെസ്റ്റ് അല്ലേ? നിന്റെ ആളൊക്കെ കൊള്ളാം. അതെങ്ങനെയാ? എന്റെ അല്ലേ ചേട്ടൻ. അപ്പൊ ഞാനോ? നിങ്ങള് അവനേക്കാളും ബെസ്റ്റ്, പിന്നെ ക്യൂട്ടാ. ഓക്കെ മതി, നിർത്തിക്കേ. നിങ്ങളെ രണ്ടാളെയും വിളിച്ച ആദ്യത്തെ അജണ്ട ക്ലിയർ ആയി. ഇനി രണ്ടാമത്തെ അജണ്ട അത് ഇച്ചിരി വലുതാ. റാമിന്റെ മുത്തശ്ശൻ അവന്റെ കല്യാണം നടത്താനായിട്ട് വാശി. എന്നാ റാം ആദ്യം എന്റെ കല്യാണം നടക്കട്ടെ,
അതിനുശേഷം അവൻ്റെ കല്യാണം നടത്താമെന്ന് കണ്ടീഷൻ. ഇതെനിക്ക് ഇനിയും ഡിലേ ചെയ്യാൻ വയ്യ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം. റാമു സീത എന്തായാലും ഒന്നിക്കണം. ഞാനും അതിനു വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യുന്നേ. ഇന്നലെ ഒന്നും സംഭവിച്ചില്ലേ? ശരി, നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു തീരുമാനത്തിലെത്ത്. ഞാൻ പോയി ഒരു കോഫി ഉണ്ടാക്കിയിട്ട് വരാം. ഏയ്, കോഫി ഉണ്ടാക്കിക്കൊണ്ട് സംസാരിക്കാലോ. ഇങ്ങനൊരു കോൺവെർസേഷന്റെ ഇടയിൽ എഴുന്നേറ്റ് പോകേണ്ട കാര്യമൊന്നുമില്ല. അടങ്ങി അവിടെ ഇരിക്കാൻ നോക്ക്. അതല്ല ചേച്ചി, കഥ പറയാൻ നിൽക്കല്ലേ. ഇവിടെ നീയല്ലേ ഉള്ളൂ ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തി തരാൻ. കറക്റ്റ് പ്രിയ. പ്രിയ അവളെ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കണം. എപ്പോഴും അവള് കാരണം ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ആ കാര്യം ഞാൻ ഏറ്റു. പക്ഷേ തൻ്റെ അത്രയും വേണ്ട. അനീതിയെ കുറിച്ച് സെൻസിറ്റീവാ. ആ, തൻ്റെ അമ്മയോട് ഒന്ന് സംസാരിക്കാൻ പറ്റാ? ഞാനൊന്ന് മൂളിയ ഉടനെ ഈ കല്യാണം നടത്താൻ അമ്മ റെഡിയാ. നിങ്ങൾ മൂളിയ കല്യാണം കഴിക്കാൻ ഞാനും റെഡിയാ. എൻ്റെ അനിയത്തിക്ക് ഒരു ചേട്ടത്തിയുടെ സ്നേഹം കിട്ടണം. എൻ്റെ റാമിന് സിഹിയും സീതയും കിട്ടണം. അതിനാ ഞാൻ ഈ റിസ്കി ഡിസിഷൻ എടുക്കാമെന്ന് തീരുമാനം എടുത്തത്. എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം നടക്കും. എന്നെ കല്യാണം കഴിക്കുന്നത് റിസ്കി ഡിസിഷൻ ആണോ നിനക്ക്? ഏയ്, അയ്യോ അയ്യോ അയ്യോ, ചട്ടി ചട്ടി ചട്ടി. എന്നെ ഈ ചെടിച്ചട്ടി വെച്ച് അടിച്ചു കൊന്നാൽ തന്നെ ആര് കെട്ടും? അതുകൊണ്ട് വിട്ടിരിക്കുന്നു. ഹലോ, ഹലോ, ആരാത്? പ്രതാപ്, രുദ്രപ്രതാപ്. റോങ് നമ്പർ. ഹലോ, ഈ കളിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട മാഡം. നമ്മൾ തമ്മിലൊരു ഡയറക്റ്റ് കോണ്ടാക്ട് വേണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവല്ലോ. പക്ഷേ ഇപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിച്ചേ പറ്റൂ. നോക്ക്, നിങ്ങൾ എനിക്ക് ബെയിൽ വാങ്ങിത്തന്നു. ആ നന്ദി എനിക്കുണ്ട്. പക്ഷേ നിങ്ങളുടെ ആവശ്യത്തിന് എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് മാഡം. നീ നേരിട്ട് കാര്യത്തിലേക്ക് വാ. നോക്കൂ മാഡം, നിങ്ങളൊക്കെ വലിയ ആൾക്കാരാ. പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു വലിയ ഹെൽപ്പാവുമെന്ന് നിങ്ങൾ ആലോചിച്ചില്ലേ? അതുപോലെ എനിക്ക് ബുദ്ധിമുട്ടാവുമെന്നുള്ള കാര്യവും നിങ്ങൾ ആലോചിക്കണ്ടേ മാഡം? എന്താ ഇപ്പൊ ഉണ്ടായത്? നോക്ക്, ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച പെണ്ണിന്റെ പുറകെ നിങ്ങളുടെ മകൻ കറങ്ങിക്കൊണ്ടിരിക്കുക. കാരണം എന്തു ആയിക്കോട്ടെ. പക്ഷേ നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുമോ ഇല്ലയോ? പറ. നട്ടപ്പാതിരേക്ക് വീട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുന്നത്, മുഖം മറച്ച് വീട്ടിൽ പോകുന്നത്, വാട്ട് ഈസ് ദിസ് റബിഷ്? നോക്ക്, നിങ്ങളെപ്പോലെയുള്ളവര് ഇങ്ങനെ ഒന്നും ചെയ്യുന്നത് ശരിയല്ല മാഡം. പറയുന്നതൊന്ന് മനസ്സിലാക്ക്. നിങ്ങളുടെ മകനെ ഒരു കൺട്രോളിൽ നിർത്തുന്നതാവും നിങ്ങൾക്ക് നല്ലത്. ഇതെന്താ ഈ പുതിയ കഥ? നിങ്ങൾ കാണിക്കുന്ന കുട്ടിയെ കല്യാണം കഴിച്ചോളാന്ന് മുത്തശ്ശനോട് പറഞ്ഞ് ഇപ്പോഴാ സീതയോടൊത്ത് സരസസല്ലാപം നടത്തുകയാണോ രാമ? ഇതിനൊക്കെ ഒരു വഴിയേ ഉള്ളൂ. എത്രയും വേഗം അശോകിന്റെ കല്യാണം നടത്തണം. അത് കഴിഞ്ഞ യു ഹാവ് എ ബ്യൂട്ടിഫുൾ സർപ്രൈസ് റാം. അപ്പൊ ചുരുക്കത്തിൽ എന്റെ ലൈഫ് താൻ 2 വട്ടം സേവ് ചെയ്തു. 2 വട്ടോ? ഫസ്റ്റ് ഹോസ്പിറ്റലിൽ വന്ന് നീ എനിക്ക് ബ്ലഡ് തന്നില്ലേ, അതൊന്ന്. അപ്പോ രണ്ടാമത്തത്? അത് നീ ആ പാറക്കട്ടി കൂടെ ഓടി വന്നിട്ട് എന്റെ സൂയിസൈഡ് അറ്റംപ്റ്റ് അറിഞ്ഞില്ലേ, അത് 2. റാം, എനിവേ, ജോക്സ് അപ്പാർട്ട്, സിഹിയോട് ഞാൻ കാര്യം പറയട്ടെ. എന്താ നീ ഇപ്പൊ പറയാ? അതായത് സീമോളെ, ഞാനും നീയും സീതമ്മയും കൂടെ ആയിട്ട് നമുക്ക് ഒരു വീട്ടിൽ താമസിച്ചാലോ ഒന്ന്? അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഞാൻ സീതമ്മയെ കല്യാണം കഴിക്കട്ടെ, നിനക്കത് ഓക്കെ ആണോ എന്ന് ചോദിക്കട്ടെ, എന്തു പറയുന്നു? ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചോദിക്കോ? അങ്ങനെ എന്തായാലും വേണ്ടല്ലേ.
ഓ ഗോഡ്, എങ്ങനെ ഇപ്പൊ ഒന്ന് പറയാ? റാം, ഞാൻ പതിയെ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എന്റെ മോളുടെ മുന്നിൽ വെച്ച് എന്റെ കല്യാണത്തെ പറ്റി സംസാരിക്കുമ്പോ എനിക്ക് എന്തോ പോലെ തോന്നും. പ്ലീസ്. ഹലോ, കൊറേ നേരായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. എന്നോട് ഇവിടെ ഇരുന്ന് പിസ്സ കഴിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ അവിടെ പരിപാടി? എന്താണെന്ന് ഞാൻ പറയട്ടെ? ഇല്ലെങ്കിൽ ഞാനില്ലാത്ത സമയത്ത് നീ ഇതിനെപ്പറ്റി സിഹയോട് സംസാരിക്കേ. അവൾ എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവളോട് എന്തായാലും അധികകാലം കള്ളം പറയാൻ പറ്റില്ല. യു ഡോണ്ട് വറി, ഞാൻ മാനേജ് ചെയ്തോളാം. നീ വന്നിക്കേ. സീ മോളെ, നീ വന്നേ. ആക്ച്വലി എനിക്ക് നിന്നോട് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം സംസാരിക്കണം. ഓക്കെ, അത് എന്താണെന്നോ, ഞാനും സീതമ്മയും സീതമ്മ, സീതമ്മ ഇപ്പോ ഓഫീസില് ഞങ്ങള് ഒരുമിച്ചല്ലേ ജോലി ചെയ്യുന്നത്? ഓക്കെ. എന്നിട്ട് ഒരേ കമ്പനിയിലല്ലേ ഞങ്ങള് ജോലി ചെയ്യുന്നത്? അതുപോലെ ഞാനും സീതമ്മയും ഇപ്പോ കൊളീഗ്സ് അല്ലേ, അതായത് ബെസ്റ്റ് ഫ്രണ്ട്സ്. സോ രണ്ടാളും ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ ഫ്രണ്ട്. മേമ. അപ്പോ നീ എവിടെയാ? അത് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞല്ലേ മേമ? എന്തു പറ്റി? എനിത്തിങ് അർജന്റ്? നീ ഒന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു വാ. എന്തു പറ്റി മേമ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫൈൻ മേമ, ബൈ. എന്തു പറ്റി ഫ്രണ്ട്? എന്തായിരിക്കും കാര്യം? റാം, എനി പ്രോബ്ലം? നോ നോ നത്തിങ്. മേമയായിരുന്നു ഫോണില്. അർജന്റായിട്ട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഐ ഹാവ് ടു ഗോ. സീമോളെ, നമുക്ക് പിന്നെ കാണാം കേട്ടോ. ഓക്കെ, ബൈ. ആക്ച്വലി മേമയാണ് എനിക്കെല്ലാം. ഞാൻ കുഞ്ഞായിരുന്നപ്പോ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. പിന്നെ എന്നെ നോക്കിയതും വളർത്തിയതും ഒക്കെ മേമയാണ്. ഇൻഫാക്ട് അവരുടെ പേഴ്സണൽ ലൈഫ് വരെ എനിക്ക് വേണ്ടി മാറ്റിവെച്ചു. കുട്ടികൾ പോലും വേണ്ടെന്ന് തീരുമാനമെടുത്തു. ബട്ട് ഐ എം ഗ്ലാഡ്. ലേറ്റ് ആയിട്ടാണെങ്കിൽ അവർക്കൊരു കുഞ്ഞുണ്ടായത്. മേമ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പിന്നെ വരാം മേമ, എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്നൊന്നും റീസണായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. പോയേ പറ്റൂ. കുഴപ്പമില്ല റാം, നീ ചെല്ല്. നമുക്ക് പിന്നെ ഒരു ദിവസം സംസാരിക്കാം. നിങ്ങൾ രണ്ടാളും സംസാരിച്ചോണ്ടിരുന്നോ? ഞാൻ നിങ്ങളോട് കട്ടീസ്. നീ ഇങ്ങോട്ട് വന്നേ. സോറി പൊന്നേ, എനിക്കൊരു ഇമ്പോർട്ടന്റ് വർക്ക് ഉണ്ട്. ഞാൻ പോയിട്ട് വരട്ടെ. ഓക്കെ, ബട്ട് നാളെ നമ്മൾ രണ്ടുപേരും സംസാരിക്കും. ഓക്കെ അല്ലേ? സീതമ്മ വരണോ? വേണ്ട, നമ്മൾ മാത്രം മതി. ഓക്കെ ഫ്രണ്ട്. സീതമ്മ, നിനക്ക് ഓക്കെ അല്ലേ? ഗുഡ് ഗേൾ. ബൈ സീമോളെ. ബൈ ഫ്രണ്ട്. ബൈ. ബൈ.
പറഞ്ഞ് വീണ്ടും സ്നേഹത്തോടെ വന്നവളെ അകറ്റി നിർത്തുവാണോ റാം? അറ്റ്ലീസ്റ്റ് നിനക്ക് എന്റെ മുഖത്ത് നോക്കാൻ പോലെ ഇഷ്ടമല്ലേ? അത്രയ്ക്ക് വേണ്ടത്തവളായോ ഞാൻ നിനക്ക്? ദിസ് ഇസ് നോട്ട് ഗുഡ് ഫോർ യു റാം. ഒരു പെണ്ണിന് എന്ത് വേണമെങ്കിലും സഹിക്കാൻ കഴിയും, ബട്ട് നോട്ട് റിജക്ഷൻ. യു വിൽ പേ ഫോർ ദിസ് റാം. വെയിറ്റ് ആൻഡ് സീ. Oh my God. I'm in love with Sita. She's in love with me. സീത എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ട് 2 ദിവസമാകുന്നു. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അപ്പോ ഇനി മുതൽ എൻ്റെ എല്ലാ ദിവസവും തുടങ്ങുന്നത് സീതയ്ക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ട് വേണം തുടങ്ങാൻ. ഗുഡ് മോർണിംഗ് സീത. ഗുഡ് മോർണിംഗ് ചക്കരേ. രാവിലെ തന്നെ എനിക്ക് നിന്നോട് സംസാരിക്കാൻ തോന്നുന്നുണ്ടല്ലോ. ഇപ്പൊ നീ എഴുന്നേറ്റ് കാണുമോ എന്തോ. നൂറായുസാ നിനക്ക്. ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും മെസ്സേജ് വന്നു. ഗുഡ് മോർണിംഗ്. ഇന്നും ഇത്ര നേരത്തെ എഴുന്നേൽക്കുവോ? എഴുന്നേൽക്കും, എഴുന്നേറ്റ് ബിസിനസ് അപ്ഡേറ്റ്സ് നോക്കും, പിന്നെ വർക്കൗട്ടും ചെയ്യും. നീ എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേക്കുന്നത്? സിഹയെ എഴുന്നേൽപ്പിച്ച് കുളിക്കാൻ വിട്ട് ഭക്ഷണം ഉണ്ടാക്കി അവൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളതെല്ലാം റെഡിയാക്കി ലഞ്ച് പാക്ക് ചെയ്യണം. എത്ര സമയം കിട്ടിയാലും തികയില്ല. അമ്മമാർക്ക് 24 മണിക്കൂറല്ല 48 മണിക്കൂർ കിട്ടിയാലും തികയില്ല. പാവുണ്ടല്ലോ സീത. ഹോളിഡേയ്സിലും ബുദ്ധിമുട്ടാവക്ക്. വീട്ടിലെ കാര്യം, ഓഫീസിലെ ജോലി. സോ സ്വീറ്റ് ഓഫ് യു. താങ്ക് ഗോഡ് സീത മെസ്സേജ് കണ്ടിട്ടില്ല. കാണുന്നതിന് മുന്നേ ഞാൻ ഡിലീറ്റ് ചെയ്തല്ലോ. കണ്ടിരുന്നെങ്കിൽ അവൾ എന്ത് വിചാരിച്ചേനെ. ഇപ്പൊ എന്തായാലും ഇതൊന്നും വേണ്ട. എനിവേസ്, സോ യു ആർ ദ ബെസ്റ്റ് മദർ ഇൻ ദ വേൾഡ്. സിഹി, സീതമ്മ, ആരാ സീതമ്മ? ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നത് എന്തിനാ? ഇതാ ദേഷ്യം പിടിപ്പിക്കല്ലേ. സിഹി, ഫോൺ താ. ആരുടെ മെസ്സേജ് ആണെന്ന് ഞാൻ നോക്കട്ടെ. സിഹി, 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 ഫോൺ ഇതാ. എന്റെ ഫ്രണ്ടിന്റെ മെസ്സേജ് ആണല്ലോ സീതമ്മ. ഇവൾക്ക് ഇതെന്ത് പറ്റി? ഇവളെന്താ റിപ്ലൈ തരാത്തത്? ഐ എം വെയിറ്റിംഗ്. സിഹി, കളിക്കാൻ നിക്കല്ലേ, ഫോണിങ് തന്നെ. സ്മൈലി ഒക്കെ അയക്കുന്നുണ്ടല്ലോ. സിഹി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, നീ ഫോണിങ് തന്നെ. ഇല്ല, എനിക്കും എന്റെ ഫ്രണ്ടിന്റെ കൂടെ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യണം. രാവിലെ തന്നെ നിനക്ക് ഫോൺ വേണോ? ഫോണിങ് തന്നെ. പോയി ഫ്രഷ് ആയി വാ. ഒന്ന് പോ സീതമ്മ. രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് പോലും പറയാതെ എന്നെ വഴക്ക് പറയുക. മോളെ,
ഉറങ്ങുമല്ലായിരുന്നോ? അപ്പൊ നീ എന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഗുഡ് മോർണിംഗ് ചക്കരേന്ന് ഞാൻ പറഞ്ഞതാ. സത്യാണോ? ഐ ലവ് യു സീതമ്മ. ഐ ലവ് യു ടു ബേബി. ഓക്കെ, പോയി ഫ്രഷ് ആയി വാ. ഓക്കേ. എന്താടാ നിന്റെ എന്തെങ്കിലും അതൊക്കെ പിന്നെ പറയാം, ഒന്ന് അടങ്ങിയിരിക്കും സൂരി. അച്ഛാ ദാ കോഫി. താങ്ക്സ് മോളെ. അച്ഛാ ഇന്ന് ഹോളിയല്ലേ? ഹാപ്പി ഹോളി. ഓ, ഇന്ന് ഹോളിയാണല്ലേ? അപ്പൊ ഇന്ന് എന്നത്തെയും പോലെയാണോ അതോ സ്പെഷ്യലാണോ? എന്നത്തെയും പോലെ ആവുന്നത് എങ്ങനെയാച്ചാ? അപ്പൊ ഇപ്പൊ നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ ഹോളി ഒന്ന് കളറാക്കണ്ടേ? അപ്പോ ഗ്രാൻഡായിട്ട് ആഘോഷിക്കാൻ പോകണോ? ചേച്ചി, ഇത്തവണത്തെ ഹോളി നമ്മൾ എല്ലാരും പുറത്തുപോയി ഒരുമിച്ചാണോ ആഘോഷിക്കുന്നത്, അതോ ഇവിടെ തന്നെയാണോ സെലിബ്രേഷൻ? അതെ സാധന, നമ്മൾ ഇവിടെ വെച്ച് ആഘോഷിക്കാൻ പോകുന്നു. അച്ഛാ, ഓഫീസിലുള്ളവരെയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അത് നന്നായി. വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായി മോളെ. ഭാർഗു ഓഫീസിലുള്ളവരെ എല്ലാം ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഹോളി ആഘോഷമല്ല, എന്തോ ഒരു മാച്ച് ഫിക്സിംഗ് നടക്കുന്നുണ്ടല്ലോ. ഇന്ന് ഹോളിയാണോ? ക്രേസി. അപ്പൊ ഓഫീസിൽ നിന്ന് എല്ലാവരും ഉണ്ടാവല്ലോ. എടാ, ആരൊക്കെ വരുന്നുണ്ട്? എല്ലാരും വരുന്നുണ്ട്. എല്ലാരും എന്ന് പറഞ്ഞാ എല്ലാരും വരുന്നുണ്ടോ? ഇതെന്താടാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എല്ലാരും വെച്ചാൽ എല്ലാവരും വരും. അവരെത്തുന്നതിന് മുൻപ് പോയി വേഗം റെഡി ആവാൻ നോക്ക്. അപ്പോ സീത ഇങ്ങോട്ട് വരുന്നുണ്ടല്ലേ?